വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2012 മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഡിസ്കഷൻ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനും മറ്റോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചായിട്ട് ലെങ്ത് അധികം കൂട്ടുന്നില്ല. അതുകൊണ്ടാണ് ചെറിയ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ റിവിഷൻ പാർട്ട് അതിൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ആ +1 ടച്ച് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വേവ്സിൽ നിന്നാണ്. പക്ഷെ അത് ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിലില്ല. മാർച്ച് 2012 8ാമത്തെ ക്വസ്റ്റ്യൻ വേവ്സിലെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെയുണ്ട്. ഹാർമോണിക്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ. പക്ഷെ ആ ഒരു ടോപ്പിക് ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് 9th ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ with a velocity v at an angle theta with the horizontal. ഓക്കെ, അപ്പോൾ മനസ്സിലുണ്ടാവണം ഏതാ ചാപ്റ്റർ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കുകയാണ്. എ ക്വസ്റ്റ്യൻ നെയിം ദ പാത്ത് ഫോളോഡ് ബൈ ദ ബോൾ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എന്താണ് പാത്ത് എന്നുള്ളത്. ബി ക്വസ്റ്റ്യൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി. അതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് സി പാർട്ട് ഇങ്ങനെയാണ്: ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ബോൾ. ഒരു ഡെറിവേഷൻ ആണ്, മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഡി പാർട്ട് ഒരു ഗ്രാഫ് തന്നു. ദെൻ ഇഫ് θ1 is equal to 30 degree then what is the value of θ2. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു 9th ക്വസ്റ്റ്യൻ നിന്നും വരുന്നത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്? ഏതാ ചാപ്റ്റർ? ഷോളി ഏതാ ചാപ്റ്റർ? മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മോഷൻ ഇൻ എ പ്ലെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഒരിക്കലും നിങ്ങൾ പഠിക്കാതെ പോകാൻ വേണ്ടി പാടില്ല. ഇപ്രാവശ്യം ഷുവർ ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം, പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും. ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് പ്രൊജക്ടൈൽ മോഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കാം. പ്രൊജക്ടൈൽ മോഷൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. ഒരിക്കലും ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമുക്ക് 1 by 1 ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഒരു ക്രിക്കറ്റ് ബോൾ, അല്ലെ ഒരു ബോയ് ഒരു ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യുന്നുണ്ട്. സെർട്ടൻ വെലോസിറ്റി v എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ത്രോ ചെയ്യുന്നത്. വെലോസിറ്റി എത്രയാ? വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നു. ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് എഴുതുന്നുണ്ട്. അത് വെലോസിറ്റി v ആണെന്ന് പറയുന്നു. ആ കുട്ടി ത്രോ ചെയ്തത് വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് വരുന്ന കുട്ടിയുടെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ജസ്റ്റ് ഒന്ന് എഴുതിയേ ഉള്ളൂ. എ ക്വസ്റ്റ്യൻ നെയിം ദ പാത്ത് ഫോളോഡ് ബൈ ദ ബോൾ. ആ ബോൾ എങ്ങനെയാ പോവുക? ഷുവർലി ഇങ്ങനെയല്ല പോകുന്നുണ്ടാവുക. ഷുവർലി ആ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പരാബോള. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരാ? പരാബോളിക് പാത്താണ്, ഓർ പരാബോളയാണ് അതിന്റെ ഷേപ്പ് വരിക. നോർമിക പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി എന്നെടുത്ത് ചോദിക്കാറുണ്ട്. ട്രജക്ടറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പരാബോള. ഓക്കെ, 1 മാർക്ക് അവിടെ കിട്ടി. ദെൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്, ബി പാർട്ട് ഇങ്ങനെയായിരുന്നു. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? അതായത് മാക്സിമം ഹൈറ്റിൽ ഇതാണല്ലോ മാക്സിമം ഹൈറ്റ് വരിക. ഇവിടെ ഇങ്ങനെ നമുക്ക് വെലോസിറ്റി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇയാൾ v എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനെന്ത് v എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി v ആണ്. ഓക്കെ, നമ്മൾ നോർമൽ പഠിക്കുമ്പോൾ u ഒക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ക്വസ്റ്റ്യനിൽ v തന്നതുകൊണ്ട് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, വെലോസിറ്റി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഇങ്ങനെ കുറയും. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടെ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇയാളാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. മാക്സിമം പോയിന്റിൽ ആരില്ല? വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. വെർട്ടിക്കൽ കമ്പോണന്റ് എത്രയാ? 0 ആണെങ്കിൽ XY എന്ന് പറയുമ്പോൾ അല്ലെ. നമുക്കിത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വിളിക്കാം VY. എത്രയാണ്? 0. VY ഇല്ല. ബട്ട് അവിടെ ആരുണ്ട്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതിന് VX. ഇയാളാണ് VX ഉണ്ട്. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ്, സെയിം ആയിരിക്കും. VX അവിടെ ഉണ്ട്. VX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ വിളിക്കുക? ഇയാൾ തീറ്റ ആണെങ്കിൽ VX is equal to ഇനീഷ്യലിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0. വെർട്ടിക്കൽ കമ്പോണന്റ് ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ഓർമ്മിക്കുക, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണോ അതിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും അവിടെ u ആണെങ്കിൽ ഇനീഷ്യൽ u ആണെങ്കിൽ u കോസ് തീറ്റ. ഇനി v ആണെങ്കിൽ v കോസ് തീറ്റ ഇവിടെ ഉണ്ടാകും. ഓക്കെ, ഇവിടെ v ആണ് ഇനീഷ്യലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കമ്പോണന്റ് ആരാ? v കോസ് തീറ്റ. ഒന്ന് ഓർമ്മിക്കാം. ദെൻ സി ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷൻ ആണ്. അതായത് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ഇതാണല്ലോ മാക്സിമം ഹൈറ്റ്. ഈ ഹൈറ്റിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. ഞാൻ ഡെറിവേഷൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ആ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫൈനൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക u² sin² θ
ഡിവൈഡഡ് ബൈ 2g. നമ്മൾ എസ് ഇസ് ഈക്വൽ യൂട്ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് സിംപ്ലി 2 സ്റ്റെപ്പ് അല്ലേ അവിടെ ഉണ്ട്. ആ ഒരു ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, 3 ഡെറിവേഷൻ ഉണ്ട്. ഒന്ന് മാക്സിമം ഹൈറ്റ് ആണ്, പിന്നെ ആരുണ്ട് ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ട് അല്ലേ, ഹൊറിസോണ്ടൽ റേഞ്ച് ഉണ്ട്, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ 3 ഡെറിവേഷൻ ഉണ്ട്. അതിൽ ഒരാളാണ് 2012 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഡെറിവേഷൻ പഠിച്ചു വെക്കണം. ഡെറിവേഷൻ പഠിക്കണം. ആ ഫൈനൽ ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഡെറിവേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഷുവർലി മെസ്സേജ് ചെയ്യാം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിലെ ഫിഗർ കാണാം. ഓക്കെ, ഇതുപോലെയാണ് ഇങ്ങനൊരു ഫിഗർ. θ1 θ2. ഓക്കെ, ഒരാൾ θ1 ആണ്, മറ്റേ ആൾ θ2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് ഓക്കെ വെലോസിറ്റി യു ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് θ1 30 ഡിഗ്രി ആണെങ്കിൽ θ2 എത്ര? θ1 30 ആണെങ്കിൽ θ2 എത്ര? ഈ ഒരു കേസ് നമ്മൾ അതിന്റെ സബായിട്ട് പറയുന്നതാണ്. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാളുടെയും റേഞ്ച് സെയിം ആണ് അല്ലെ. θ1 എന്ന് പറയുന്ന ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോഴും θ2 എന്ന് പറയുന്ന മറ്റൊരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോഴും ആ ഒരു ഒബ്ജക്റ്റ് ബോഡി പോയി വീഴുന്നത് സെയിം പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. θ2ഉം θ1 തമ്മിലുള്ള റിലേഷൻ θ2 90 മൈനസ് θ1 ആണ്. ഓക്കെ, ഈ ഒരു റിലേഷൻ ഓർമ്മിക്കണേ. സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ ഇത് സെയിം ആണെങ്കിൽ സെയിം പൊസിഷൻ, മറ്റൊരു പൊസിഷനിലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെയിം പൊസിഷനിൽ തന്നെയാണ് പോയി വീഴുന്നതെങ്കിൽ അവരുടെ നമ്മൾ ആംഗിളുടെ റിലേഷൻ എന്താ? θ2 90 മൈനസ് θ1. ഓക്കെ, അപ്പൊ θ1 എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 30 ഡിഗ്രി ആണെങ്കിൽ θ2 എന്തായിരിക്കും? 90 മൈനസ് 30 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അതിന്റെ മീനിങ് എന്താ? 30 ഡിഗ്രിയിൽ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 60 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ പൊസിഷനിലായിരിക്കും പോയി വീഴുന്നുണ്ടാവുക. ആ ഒരു കാര്യം അവിടെ ഓർമ്മിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മോഷനെ പ്ലെയിനിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കാരണം ഇയാളുടെ അപ്ലിക്കേഷൻ അല്ലേ, നമ്മൾ കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിച്ചു. അതുപോലെ അപ്ലിക്കേഷൻ ലെവൽ പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ക്വസ്റ്റ്യൻ സി ഷുവർലി ഒരു ഡെറിവേഷൻ ഉണ്ടാവും. അത് ചോദിച്ചത് 2012 മാക്സിമം ഹൈറ്റ് ആണ്. നിങ്ങൾ 3 ഡെറിവേഷനും പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 10th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. A question, state whether the force is external or internal. Justify your answer. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. Question B, what happens to the linear momentum when the force is absent? Question number C, the motion of particle of mass m is described by y is equal to ut plus half gt square. Find the force acting on the particle. And question D ഇങ്ങനെയാണ്. Why is it more difficult to rotate a stone by trying it to a longer string than a shorter string? ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ. ആ ഒരു പാർട്ടിൽ നിന്നും വന്നിരിക്കുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ചാപ്റ്റർ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഇതേ ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞിട്ടല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ ഷുവർലി ഉണ്ടാവും. ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഏത് പാർട്ട് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ചാപ്റ്റർ ഏതാ? ഏത് ചാപ്റ്ററാ? ലോസ് ഓഫ് മോഷൻ ആണ്. തൊട്ടുമ്പത് 4th ചാപ്റ്റർ, ദി 5th ചാപ്റ്റർ. ലോസ് ഓഫ് മോഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് 10th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലായി. പിന്നെ ഏതാ ടോപ്പിക് നോക്കണം. ഫസ്റ്റ് വൺ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അവർ തന്നിട്ടുണ്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണേ. ഹയർ സെക്കൻഡറി നമ്മൾ നോർമലി കേരള സ്റ്റേറ്റ് സിലബസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ABCD അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ A ക്വസ്റ്റ്യൻ പറയുന്നത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അത് ലീനിയർ മൊമെന്റം ആണ് നമുക്കറിയാം. ഈ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കോ ഇന്റേണൽ ഫോഴ്സ് ആയിരിക്കോ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറയുന്നത്. ഷുവർലി എക്സ്റ്റേണൽ ആയിരിക്കോ ഒരു ഇന്റേണൽ ആയിരിക്കോ? ഷുവർലി എക്സ്റ്റേണൽ ആയിരിക്കും. എന്തുകൊണ്ട് ഇന്റേണൽ ആവില്ല? ഇന്റേണൽ ഫോഴ്സിന് മൊമെന്റത്തിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റില്ല. ഞാൻ പറയാണ്. ഓക്കെ, നോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഷുവർലി ആ ഫോഴ്സ് എന്ത് തന്നെയായിരിക്കണം? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നുണ്ട് അല്ലെ. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ അതിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ബോഡി സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനിലേക്ക്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്കൊക്കെ വരണമെങ്കിൽ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. അത് തന്നെയാണ് ആ ഒരു എമൗണ്ട് ഓഫ് ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ തരുന്നത്. ഫസ്റ്റ് ലോയിൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് പറയുന്നില്ല. അവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം, അപ്ലൈ ചെയ്താൽ
അല്ലെങ്കിൽ അവിടെ ഷുവർലി അതെന്തായിരിക്കും അതിൻ്റെ യൂണിഫോം മോഷനിലോ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. എത്ര ഫോഴ്സ് കൊടുത്താലാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? എമൗണ്ട് ഓഫ് ഫോഴ്സ് ഓർ ഇത്ര ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അപ്പോൾ ഷുവർലി ഈ ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം. ആൻസർ ഇത്രയേ ഉള്ളൂ, എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെയായിരിക്കണം, ഇന്റേണൽ ഫോഴ്സ് അല്ല. ഇന്റേണൽ ഫോഴ്സിന് ലീനിയർ മൊമെന്റത്തിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ ബി അല്ലെ. ക്വസ്റ്റ്യൻ ബി ഇങ്ങനെയാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ ലീനിയർ മൊമെന്റം വെൻ ദ ഫോഴ്സ് ഈസ് ആബ്സെന്റ്. ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന് എന്താ സംഭവിക്കുക? ആ ഒരു കേസ് ഓർമ്മിക്കാം, ഡയറക്റ്റ് ആൻസർ പറയാം. ആ ഒരു ടോപ്പിക് വേറൊരു ടോപ്പിക് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലെ. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് എന്താ പറയുന്നത്? എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു കെ ഒക്കെ കൊടുക്കും. നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇവിടെ ഫോഴ്സ് 0 ആണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന് എന്താ സംഭവിക്കുക? ഫോഴ്സ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി എന്താകും? 0 അല്ലെ. എൽ എച്ച് എസ് 0 ആണെങ്കിൽ ആർ എച്ച് എസ് 0. അങ്ങനെ 0 ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ അല്ലെ. ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടി ആണ് ഒരു വിത്ത് റെസ്പെക്ട് ടു അല്ലെ ചേഞ്ച് ഇല്ല എന്നാണ്. ഓക്കെ, ഈ ഒരു ഡി ബൈ ഡി ടി 0 ആവണമെങ്കിൽ ഇവിടെ ഉള്ള ആൾ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്, സി എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. സി 0 അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ ഷുവർലി ഈ പി എന്ന് പറഞ്ഞ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്, പക്ഷെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു ഫോഴ്സ് ഇല്ലെങ്കിൽ ലീനിയർ മൊമെന്റം എന്താ? നമുക്ക് എത്ര എഴുതുന്നുണ്ട്? വൺ വേർഡ്, ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ദെൻ ക്വസ്റ്റ്യൻ സി പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ആക്സിലറേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അതങ്ങനെ എടുത്ത് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ സി പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നത് ഇങ്ങനെയാണ്, y is equal to ut plus half gt square. ഇത് നമ്മൾ എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ തന്നെയാണ്. അവിടെ എ പകരം ജി ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ഫോഴ്സ് ആണ്. ഒരു പ്രശ്നമില്ല, സിമ്പിൾ ആണ്, കുറെ ശ്രദ്ധിക്കുക. ഫോഴ്സിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്താ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നു എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, നമുക്കിവിടെ എം എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ മാസ് എം ആയിട്ട് കൺസിഡർ ചെയ്യാം. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാസിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടും. നമുക്കിവിടെ ആക്സിലറേഷൻ ഇല്ല, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ? ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ചെയ്യാം. ഇതിനെ ഈ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു വെക്കുക. ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ അത് വെലോസിറ്റി ആണ്. നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയും. ഇവിടെ വൈ ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി ടി സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാം. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്താ ഇതോ, ഡിഫറൻഷിയേഷൻ അറിയാത്ത ആളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ വൈന് പകരം ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം. ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഇയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആരുണ്ടാവും? യു ടി പ്ലസ് ഡി ബൈ ഡി ടി നെക്സ്റ്റ് ആർക്ക് കൊടുക്കുന്നു? ദ ഹാഫ് ജി ടി സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡിഫറൻഷിയേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 1 മിനിറ്റ്, നമുക്കതിനെ റിസൾട്ട് എന്താണ് റിസൾട്ട് വരിക എന്നാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ യു കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെ വരും ഡി ബൈ ഡി ടി ഓഫ് ടി. കോൺസ്റ്റന്റ് ആയ ആൾക്കാരെ പുറത്തേക്ക് വെക്കാം. ഓക്കെ, ദെൻ പ്ലസ് ഹാഫ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഹാഫ് കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം വേരി ചെയ്യുന്നു. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ മാത്രം, അതായത് ഹാഫ് ജി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഡി ബൈ ഡി ടി ഓഫ് ടിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ആര് മാത്രം? യു മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഹാഫ് ജി ഓൾറെഡി കോമൺ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ, അത് റിസൾട്ട് അറിയാത്ത ആൾക്കാർ അതും കൂടി അറിഞ്ഞിരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ജനറലി അറിയേണ്ട കാര്യമാണ്. എക്സ് റൈസ് ടു എൻ പഠിച്ചിട്ടുണ്ടാകും എങ്കിലും എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ജനറലി എക്സ് വെച്ചിട്ടാണ് പറയാം. എൻ ആണ് പവർ ഉണ്ടാവുക. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ എക്സിന് പകരം ടി ആണ്, എന്നിന് പകരം 2 ആണ്. അപ്പൊ എൻ ഇൻറ്റു പകരം എന്ത് കൊടുക്കണം? എന്നിന് പകരം ആരാ? 2. അപ്പൊ 2 ഇൻറ്റു എക്സ് റൈസ് ടു എക്സിന് പകരം ടി ആണ്. എൻ മൈനസ് 1 മീൻസ് 2 മൈനസ് 1. അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ യു 2 ക്യാൻസൽ ആയി. ഇവിടെ ജി ഉണ്ട്. 2 മൈനസ് 1 ആരാ? 1 അല്ലേ? അപ്പൊ ടി റൈസ് ടു 1 അല്ലെങ്കിൽ ടി എന്ന് എഴുതാം. അപ്പൊ വെലോസിറ്റി കിട്ടി. എനിക്ക് വെലോസിറ്റി അല്ല വേണ്ടത്, ആക്സിലറേഷൻ. അപ്പൊ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷനിലേക്ക് പോവാം. എങ്ങനെ?
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ഓക്കെ, അതെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ സ്ട്രേറ്റ് ലൈൻ്റെ ഡിവിഷനും കൂടി ആകുന്നുണ്ട്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അതിന്റെ മീനിങ് എന്താ? ഇപ്പോൾ കിട്ടിയ ആളെ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നും ഒരു സ്റ്റെപ്പും കൂടി d/dt ഓഫ് ഇതിന്റെ കൂടെ ഡിഫറൻഷിയേഷൻ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. u + gt അത് വീണ്ടും എഴുതി. ഇനി സെപ്പറേറ്റ്ലി കൊടുക്കാം. ഒരു സ്റ്റെപ്പ് വീണ്ടും എഴുതുന്നുണ്ട്. d/dt ഫസ്റ്റ് വണ്ണിന് കൊടുത്തു പ്ലസ് d/dt സെക്കൻഡ് ടേമിനും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ പറഞ്ഞ യു കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്തു. തൊട്ട് മുമ്പ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ട? കോൺസ്റ്റന്റിന് ഡിഫറൻഷിയേഷൻ ഇല്ല. അങ്ങനെയാണ് ഇയാൾ എന്തായിട്ട് മാറും? 0. d/dt ഓഫ് കോൺസ്റ്റന്റ്. കാരണം ഇയാൾ നേരത്തെ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണല്ലോ ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷിയേഷൻ 0. കാരണം ഇവിടെ വേറെ ആരും ഇല്ല. നേരത്തെ ടി ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ 0 ആവാതിരിക്കുന്നത്. പക്ഷെ ഇവിടെ ടി ഇല്ല, യു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഫറൻഷിയേഷൻ കോൺസ്റ്റന്റ് 0. ഇനി ഇവിടെ ജി, കാരണം ഇവിടെ ടി ഉണ്ട്. ഓക്കെ, ഏതോ ടി അല്ലെങ്കിൽ ടീന്റെ സ്ക്വയർ ആരോ ഒരാളുണ്ട്. അപ്പൊ ടി ഉണ്ട്. അപ്പൊ ടി അവിടെ വെച്ചിട്ട് ജീനെ പുറത്തേക്ക് എടുക്കാം. ജി കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ആര് മാത്രമാകും? d/dt ഓഫ് ടി. d/dt ഓഫ് ടി ആരാ? 1 ആണ്. അപ്പൊ ഇവിടെ ആര് മാത്രം ഉണ്ടാവും? ജി കിട്ടി. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കിട്ടുന്നത്? ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നു F = ma. ഹിയർ a = ഗ്രാവിറ്റി. അത് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോഴ്സ് എന്താകും? F = ma മാറിയിട്ട് F = mg ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇതാണ് ആ ഒരു സി പാർട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് തന്നു, വെലോസിറ്റി കണ്ടുപിടിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ആ ആക്സിലറേഷന് ഈ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫോഴ്സ് കിട്ടും. അപ്പൊ ഇവിടെ ഫോഴ്സ് F = ma അല്ല, F = mg ആണ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കാം. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതായത് ലോങ്ങർ സ്ട്രിങ്ങിന്റെ കേസിൽ റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെ, ഒരു സ്ട്രിങ് എൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ എന്ത് ചെയ്തു? ലോങ്ങർ ലെങ്ത് കൂടിയ ഒരു സ്ട്രിങ്ങിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ചെറുതാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലെങ്ത് കൂടിയ ഒരു സ്ട്രിങ്ങിലാണ് ഒരു സ്റ്റോൺ ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടോപ്പിക്ക് എവിടെ വരുന്ന? റൊട്ടേഷണൽ മോഷനുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇവിടെ ടോർക്കാണ് വരുന്നത്, ഫോഴ്സ് അല്ല, അത് ടോർക്കാണ്. ലോസ് ഓഫ് മോഷൻ ആ ഒരു പാർട്ടിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ടോർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ആകുന്നു? ബിക്കോസ് ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും R വെക്റ്റർ ക്രോസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. ഓക്കെ, R വെക്റ്റർ ക്രോസ് അത് 7th ചാപ്റ്റർ ആണ്. ഇതിന്റെ കൂടെ തന്നെ പറയാണ് R വെക്റ്റർ ക്രോസ് F വെക്റ്റർ. അപ്പൊ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R കൂടുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ പിന്നെ ലെങ്ത് കൂടുകയാണ്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ R കൂടുന്നു എന്നാണ് മീനിങ്. R കൂടുമ്പോൾ ആര് കൂടും? ടോർക്ക് കൂടും. ഓക്കെ, അപ്പൊ റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ വീണ് പോകും. അപ്പൊ ടോർക്ക്, മോർ ടോർക്ക് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ R കൂടുന്നു. R കൂടുമ്പോൾ ടോർക്ക് കൂടും. അതുകൊണ്ട് ഡിഫിക്കൽട്ടി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ ടോർക്ക് മോർ ടോർക്കാണ് എന്നുള്ള ആ ഒരു ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് വന്നത് മോഷനെ പ്ലെയിൻ ആണ്, അതിൽ പ്രൊജക്റ്റൈൽ മോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ ലാസ്റ്റ് വൺ ടോർക്കും കൂടി വരുന്നുണ്ട്. അത് 7th ചാപ്റ്റർ ആണ്. പക്ഷെ അതിന്റെ സബ്ബായിട്ട് അല്ലെ, ആ ഒരു ക്വസ്റ്റ്യന്റെ സബ്ബായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2യുടെ കൂടെ തന്നെ +1ന്റെ ടച്ചും അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ മാത്രമേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു എക്സാമിന്റെ ഒരു പോർഷനിലേക്ക് ആവുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഷുവർലി അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചെയ്യാത്ത ചാപ്റ്ററിനൊക്കെ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിനും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലറേഷൻ ഗ്രാഫ് പറഞ്ഞിട്ട് വെലോസിറ്റി ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതിന്റെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ലൈക്ക് ദിസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ആക്സിലറേഷൻ ടൈം ആണ്. വെലോസിറ്റി ടൈം വരക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ചോട്ടോ. നെഗറ്റീവ് ഈ ഒരു രീതിയിൽ, കാരണം നെഗറ്റീവ് സ്ലോപ്പ് ഇങ്ങനെ തന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിന് ഓക്കെ ആണ്, പക്ഷെ ആൻസർ കീയിൽ ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചു. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെയാണ് വരും. ഇവിടെ 0 to something
2 മറ്റോ ഉണ്ട്, 0 to 2 ആണെന്ന് തോന്നുന്നു. ഇവിടെ വെലോസിറ്റി 3 ഒക്കെ വരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. അതിൻ്റെ സി പാർട്ട് ഏരിയ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, 18 മീറ്റർ ഒക്കെ കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു കേസും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ ആൻസർക്ക് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെയായിരുന്നു ആ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നത്. തൊട്ടുമ്പത് ഏതൊരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർ ഈ ഒരു ഗ്രാഫ് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, മാറ്റി വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുവർലി കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ല, മാക്സിമം അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. താങ്ക്